അങ്ങനില്ലല്ലേ? നമ്മളെ സജീവണ്ടല്ലോ നമ്മളെ അപ്പുറത്തുള്ള അവന് പെണ്ണ് കാണാൻ കഴിഞ്ഞ ആഴ്ച പോയി. അപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു. അവിടെ 2 പേര് അന്വേഷിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ അറിയാമല്ലോ, എന്തായാലും മുടക്കാനെ ശ്രമിക്കും. അതുകൊണ്ട് സജീവൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞ് ഇവർ വരുമ്പോഴേ അവനെക്കുറിച്ച് 4 നല്ല വർത്താനം പറയണമെന്ന്. ഞാൻ 4 അല്ല 8 പറയും. എന്നിട്ട് ഞാൻ ഈ കല്യാണം നടത്തും. അതുകൊണ്ട് അവരെയും വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. അതെന്തായാലും നന്നായി. അല്ല അവൻ്റെ സ്വഭാവം വെച്ചിട്ടേ അവനെന്തായാലും പെണ്ണ് കിട്ടാൻ പോണില്ല. എനിക്ക് ഇതെങ്കിലും നടത്താൻ നോക്ക് കേട്ടാ. ശരിടായി, ഇങ്ങനെ കല്യാണം മുടക്കിയ എന്തായാലും ബിജു ഈ കല്യാണം നടത്തും. അവന്മാരതാ പറഞ്ഞെന്ന് തോന്നുന്നു. അവന്മാർ തന്നെ. ഇവിടെ ഉള്ള അവന്മാരല്ല, അവന്മാർ തന്നെ. ഏയ്, പെണ്ണിനെ കിട്ടിയെന്നല്ലേ? സജീവന്റെ പെണ്ണിനെ കിട്ടിയെന്നല്ലേ? അതിനെക്കുറിച്ച് തിരക്കിയാ നിങ്ങൾ? ഏയ്, പ്രശ്നമോ? ഒരു പ്രശ്നവുമില്ല. ഇതുപോലത്തെ ഒരു നല്ലൊരു ചെറുക്കൻ ഈ നാട്ടിലില്ല. ആണോ? എന്നാ പുക വലിക്കൂല, പാക്ക് ചവയ്ക്കൂല, വെള്ളം അടിക്കൂല, പിന്നെ എന്ത് കാണും? പ്രേമോ? പെണ്ണുങ്ങളെ മുഖത്ത് നോക്കൂല അവൻ, പിന്നെയാണ് പ്രേമം. വേറൊന്നും ചോദിക്കുന്നില്ല. പയ്യന് അനാവശ്യം കൂട്ടിയിട്ട് ഈ സിനിമയ്ക്കൊക്കെ അനാവശ്യമായിട്ടൊക്കെ പോകില്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടി അങ്ങനെ ഒരു ദുശീലമില്ലെന്ന്. നമ്മൾ ഒരേ ഒരു പെങ്ങളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് വിളി ഇറങ്ങൂല, പിന്നെയാണ്. അപ്പൊ പണിക്കൊന്നും പണിക്കും. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്നാൽ കോടിക്കണക്കിന് പൈസയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പയ്യൻ വെള്ളം അടിക്കൂല, സിഗരറ്റ് വലിക്കൂല, പെണ്ണുങ്ങളെ മുഖത്ത് നോക്കൂല, ജോലിക്ക് പോണില്ല, പക്ഷെ കോടിക്കണക്കിന് വരുമാനമുണ്ട്. എങ്ങനെയെന്ന് അറിയാനും പാടില്ല. നല്ല പൈസ ഉണ്ട്. കൊള്ളാം, പയ്യൻ നല്ല പയ്യനൊക്കെ തന്നെ. ഹലോ, പെങ്ങളെ, ഇത് പയ്യനെ കുറിച്ചൊക്കെ തിരക്കി കേട്ടോ. പയ്യൻ നല്ലൊരു പയ്യനാണ്. വേറെ ഒരു ദുർശീലവും ഇല്ല, വേറെ അടക്കവും നല്ല ഒതുക്കമുള്ളൊരു പയ്യൻ. പക്ഷേ ഇതുപോലത്തെ ഒരു വേട്ടാവളി ഈ നാട്ടിലില്ലെന്നാണ് ഒരു അണ്ണൻ പറഞ്ഞത്. വെറും പഴം പഴം കേസ് ഷോക്കേസിൽ കൊണ്ടുവയ്ക്കാ. ഷോക്കേസിൽ, വീട്ടിലെ ഷോക്കേസിൽ കെട്ടിയ കേട്ടല്ലോ. അണ്ണൻ ദൈവം പോലെ വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ മുതിര കല്യാണത്തിന് വാക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അണ്ണനെ കണ്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത്, നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന്, വല്ല കല്യാണം ഉടക്കികളും കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനാണ് ആരെയും കണ്ണിപ്പെടാതെ വന്നിട്ട് നമുക്ക് വാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. അണ്ണാ, നിങ്ങൾ ദൈവദൂതനാണ് അണ്ണാ, ദൈവദൂതൻ. നമ്മളെ പെങ്ങള് രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അല്ല അണ്ണാ, ചായ വല്ലതും കുടിക്കണം അണ്ണാ? ചായ ചായ വേണ്ട. ശരി അണ്ണാ, ശരി. നമ്മളെ പെങ്ങള് രക്ഷപ്പെട്ടു.